അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ചില്ലിനിയെ ആ സാഹചര്യത്തിൽ കടിച്ചത് തെറ്റാണെന്ന ബോധ്യമുണ്ട്. ഫുട്ബോൾ ലോകത്തോട് ഞാൻ മാപ്പ് പറയുന്നു. ലോക ഫുട്ബോളിൽ കോളിളക്കമേറെ സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ലൂയിസ് സുവാരസ് ചെയ്ത പാപം തിരിച്ചറിഞ്ഞത്. ലോകമാകെ പ്രകമ്പനമുണ്ടാക്കിയത് അറിയാതെ പോകാനാവില്ലല്ലോ. അതൊരു മാപ്പായി പരിണമിച്ചു. ചെയ്തുപോയ തെറ്റിനെ അയാൾ പ്രായശ്ചിത്തം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. കളിക്കളത്തിൽ ചെകുത്താനും മാലാഖയുമാണ് ലൂയിസ് സുവാരസ്. ഒരേ സമയം ഡബിൾ റോളിൽ അവതരിക്കാനുള്ള മിടുക്ക് സുവാരസിന് മാത്രമുള്ള പ്രത്യേക കഴിവാണ്. കളിക്കളത്തിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങി നിൽക്കുന്ന റഫറിയും പുറത്ത് ഫിഫയും ഉണ്ടാകുമ്പോൾ തെറ്റ് ചെയ്യാനും ആവർത്തിക്കാനുമുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി ഈ മനുഷ്യന്? അയാളൊരു വേറിട്ട ജനുസാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. കാരണം അദ്ദേഹത്തിൽ കളിമികവുണ്ട്. അതിനെ തല്ലിത്തകർക്കാനെന്നോണം അപകടകാരിയായ മനുഷ്യനുമുണ്ട്. യുറഗ്വായുടെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ടാകും ലോകം സുവാരസിനെ ഓർക്കുക. അത്രത്തോളം ചെയ്തു വെച്ചിട്ടുണ്ട് മൈതാന മധ്യത്തിൽ അദ്ദേഹം. ഉന്തിയ പല്ലുമായി ആഘോഷവും ആക്രോശവുമായി ഫുട്ബോൾ പ്രേമികൾ അയാളെ കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും കാരണങ്ങൾ ഒട്ടേറെയുണ്ട് ലൂയിസ് സുവാരസിനെ എന്നതാണ് കൗതുകകരം. 2014 ഫുട്ബോൾ ലോകകപ്പിനിടെ ഒരു നട്ടുച്ച നേരം ബ്രസീലിലെ ഡ്യൂനസ് അരീന സ്റ്റേഡിയത്തിൽ യുറഗ്വായും ഇറ്റലിയും കനത്ത പോരാട്ടത്തിലാണ്. ഇറ്റാലിയൻ പോസ്റ്റിലേക്ക് സുവാരസിന്റെ ഷോട്ടുകളുടെ ഘോഷയാത്രയാണ്. പക്ഷേ കളിയിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പന്തിന് പിറകെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ് കാണികൾ. ഇറ്റാലിയൻ ബോക്സിൽ യുദ്ധസമാനമാണ് കാര്യങ്ങൾ. ഒരു പന്തിന് വേണ്ടിയുള്ള യുദ്ധം. ബോക്സിലെ അപകട മേഖലയിൽ പെട്ടെന്ന് ജോർജ് ചില്ലിനി വീണിക്കിടക്കുന്നതായിരുന്നു കാഴ്ച. തൊട്ടപ്പുറത്ത് ലൂയിസ് സുവാരസും. ഉന്തിയ പല്ലിനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സുവാരസിന്റെ പ്രവൃത്തികളിൽ വ്യക്തം. അവിടെയായിരുന്നു ട്വിസ്റ്റ്. തോളിലേറ്റ കടിയുടെ പാട് കാണിച്ച് ചില്ലിനി റഫറിക്ക് മുന്നിൽ പരാതിയുമായെത്തി. ഇറ്റാലിയൻ താരങ്ങളും ചില്ലിനിയുടെ പിന്നിൽ അടിയുറച്ചു. പ്രക്ഷുബ്ധമായിരുന്നു പിന്നീട് അങ്ങോട്ട് കളിക്കളത്തിലെ അവസ്ഥ. മൈതാനം യഥാർത്ഥത്തിൽ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് വഴിമാറി. പന്തില്ലാത്ത നേരത്ത് ഞൊടിയിടയിൽ ചില്ലിനിയുടെ തോളിൽ കടിച്ചിരിക്കുകയാണ് ലൂയിസ് സുവാരസ്. സംഭവത്തിന് പിന്നാലെ ഫിഫ സുവാരസിനെ വിലക്കി. 9 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് സുവാരസിന് നഷ്ടമായത്. 4 മാസത്തേക്ക് ഫുട്ബോളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. വലിയൊരു തുക പിഴയായും ഫിഫ ചുമത്തി. പക്ഷേ അവിടെ സുവാരസിന്റെ മാനസാന്തരത്തിലേക്കുള്ള വാതിൽ കൂടി തുറക്കുകയായിരുന്നു. ചില്ലിനിയെ കടിച്ചത് സുവാരസിന്റെ ഫുട്ബോൾ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നില്ല. 2010 അയാക്സിനു വേണ്ടി കളിക്കുന്നതിനിടെ എതിർ ടീമായ PSV ഐന്തോവനിലെ ഒറ്റ്മൻ ബക്കാലിനെ കടിച്ചുകൊണ്ടാണ് സുവാരസ് കടിയൻ സ്റ്റൈലിന് തുടക്കമിട്ടത്. 2013 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ ലിവർപൂൾ താരമായിരുന്ന സുവാരസ് ചെൽസിയുടെ ഇവാനോവിച്ചിന്റെ കയ്യിലും കടിച്ച് കുപ്രസിദ്ധനായി. ഫുട്ബോളിൽ അപൂർവമായൊരു ഫൗളിനാണ് സുവാരസ് അന്ന് തുടക്കമിട്ടത്. 2 ഇടങ്ങളിലായി 17 മത്സരങ്ങളിലാണ് അദ്ദേഹത്തിന് വിലക്കു ലഭിച്ചത്. അതിനുശേഷമാണ് 2014 ഫുട്ബോൾ ലോകകപ്പിലെ കടി എന്നോർക്കണം. കടിയേൽപ്പിക്കുക മാത്രമല്ല, കളിക്കളത്തിലെ അഭിനയവും സുവാരസിന് ഹരമാണ്. പെനാൽറ്റി ബോക്സിലെ അഭിനയങ്ങൾക്ക് വിമർശനങ്ങളേറെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് സുവാരസ്. സുവാരസ് ശൈലിയെ വിമർശിക്കാത്ത കോച്ചുമാരും താരങ്ങളും കുറവാണ്. തൻ്റെ ടീമിനു വേണ്ടി പന്തുകൊണ്ട് മാത്രമല്ല, പല്ലും നഖവും ഉപയോഗിച്ച് സുവാരസ് കളിക്കളത്തിൽ പോരാടുമെന്നർത്ഥം. ആരൊക്കെ വിമർശിച്ചാലും തന്റെ ശൈലിയെ മാറ്റാനൊന്നും സുവാരസ് തയ്യാറല്ലായിരുന്നു. കളിക്കുന്ന ടീമിന് സ്വയം സമർപ്പിതമാകുന്ന മനുഷ്യൻ. അത് കൈകൊണ്ടും തലകൊണ്ടും എന്തിന് പല്ലുകൊണ്ടുവരെ തനിക്കായി ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്തു കൂട്ടും. അതിലെ ശരികേടുകളൊന്നും ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല സുവാരസ്. ടീമായിരുന്നു, വിജയമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനം. സഹതാരങ്ങളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്നതിനാൽ ടീമിനും പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം. അയാക്സിലും ലിവർപൂളിലും ബാഴ്സലോണയിലും അത്ലറ്റിക്കോ മഡ്രിഡിലും ഇപ്പോൾ ഇന്റർ മയാമിയിലും അയാൾ വേറിട്ട് നിന്നു. ബാഴ്സയിലും മയാമിയിലും മെസ്സിയോടൊപ്പം കട്ടക്ക് കൂടെ നിൽക്കുന്ന ചങ്കായിരുന്നു സുവാരസ്. ബാഴ്സലോണയിലെ മെസ്സി, നെയ്മർ, സുവാരസ്, MNS ത്രയം വിഖ്യാതമാണ്. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മുന്നേറ്റ സഖ്യമായിരുന്നു അത്. 3 സീസണുകളിലായി ഈ ത്രയം നേടിയത് 364 ഗോളുകളാണ്. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും കോപ്പ ഡെൽ റേയും ഉൾപ്പെടെ ട്രിപ്പിൾ നേട്ടവും MNS ത്രയത്തിന്റെ സംഭാവനയാണ്. മെസ്സി ബാഴ്സലോണയിൽ ആസ്വദിച്ച് കളിച്ച കാലവും അതായിരുന്നു. പൂ ചോദിച്ചാൽ പൂക്കാലം നൽകുന്ന സുവാരസ് കൂടെയുള്ളപ്പോൾ വിസ്മയങ്ങൾ വിടരാതെ പോകുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ യുറഗ്വായുടെ കാവൽ മാലാഖയായും സുവാരസ് അവതരിച്ചിട്ടുണ്ട്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലാണ് സുവാരസ് യുറഗ്വായുടെ കാവൽ മാലാഖയായത്. ജോഹനാസ്ബർഗിൽ നടന്ന ഘാനയ്ക്കെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഗോളെന്നുറച്ച ഡൊമിനിക് അഡിയയുടെ ബുള്ളറ്റ് ഹെഡർ സുവാരസ് പോസ്റ്റിന് മുന്നിൽ വെച്ച് കൈകൊണ്ട് തട്ടിയകറ്റി. ചുവപ്പ് കാർഡ് കണ്ട് സുവാരസ് പുറത്തായെങ്കിലും ഘാനയ്ക്ക് ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം അസമോവ ഗ്യാൻ പുറത്തേക്കടിച്ചു. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ യുറഗ്വായ്ക്ക് ജയം. ഘാനയുടെ സെമി ഫൈനൽ മോഹങ്ങളാണ് അന്ന് സുവാരസ് കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. യുറഗ്വായ്ക്ക് സമ്മാനിച്ചതാകട്ടെ സ്വപ്നതുല്യമായ സെമി ഫൈനലും.
യുറുഗ്വായുടെ ഹീറോ പരിവേഷത്തോടെയാണ് അന്ന് സുവാരസ് ജോഹനാസ്ബർഗിലെ സോക്കർ സിറ്റിയിൽ നിന്ന് തിരികെ പോയത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്നും ഘാന മറക്കാത്ത മത്സരമായിരിക്കും 2010 ലോകകപ്പിലെ ആ ക്വാർട്ടർ ഫൈനൽ. ഘാന എക്കാലത്തും വില്ലനായി കരുതപ്പെടുന്നതും ആ മനുഷ്യനെയായിരിക്കും, ലൂയിസ് സുവാരസിനെ. ഒടുവിൽ കളിക്കളത്തിലെ കുസൃതിപ്പയ്യനില്ലാതെയാണ് ഇനി യുറുഗ്വായ് ലോകകപ്പ് കളിക്കുക. ഇത്തവണ അമേരിക്കൻ ലോകകപ്പിന് സുവാരസ് ഇല്ല. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും ദേശീയ ടീം ആവശ്യപ്പെട്ടാൽ തിരിച്ചുവരുമെന്ന് സുവാരസ് പറഞ്ഞിരുന്നു. അമേരിക്കൻ ലോകകപ്പിനെ ആഗ്രഹിച്ചെങ്കിലും കോച്ചുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ടീമിലെടുക്കാത്തതിന് കാരണം. കോച്ചിനോട് മാപ്പ് പറഞ്ഞെങ്കിലും രക്ഷയില്ല. യുറുഗ്വായുടെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർക്ക് ഇനിയൊരു അവസരമില്ല. ലാസ്റ്റ് ഡാൻസിന് ഇനി ലോകകപ്പ് വേദിയുമില്ല. ഫുട്ബോളിൽ ചെകുത്താനും മാലാഖയുമായ മനുഷ്യൻ പടിയിറങ്ങിയിരിക്കുകയാണ്.